നമസ്കാരം. മറയൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് ആക്ഷേപം. പഞ്ചായത്തിലെ 3-ാം വാർഡിലെ മിത്രം കുടുംബശ്രീ അംഗം ജീവ രാജുവാണ് ഇത് സംബന്ധിച്ച് ആക്ഷേപവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ലോൺ കുടിശ്ശികയുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നുള്ള വിവരം മുൻകൂട്ടി അറിയിച്ചില്ലെന്നും ഇതിന്റെ പേരിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചെന്നും ജീവ പറയുന്നു. 52 കുടുംബശ്രീകൾക്ക് താൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് ബാങ്ക് മാനേജർ അറിയിച്ചു. ഈ സ്ഥിതിയിൽ നിലവിലെ ചട്ടങ്ങൾ പ്രകാരം ഇപ്പോൾ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിന് നിയമസാധ്യതയില്ല. ഇതിനാൽ ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എൻ്റെ പേര് ജീവ രാജു. ഞാൻ 3-ാം വാർഡിൽ താമസം. മറയൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ താമസം. ഞങ്ങൾക്ക് ഇന്ന് ചെയർപേഴ്സൻ്റെ ഇലക്ഷൻ നടന്നു കുടുംബശ്രീയുടെ. അപ്പോൾ ഞങ്ങൾ പങ്കെടുക്കാനായിട്ട് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ 5 പേര് ഞങ്ങൾ പോയി. എൻ്റെ കുടുംബശ്രീയുടെ പേര് മിത്രമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പം എല്ലാ ഒപ്പൊക്കെ മേടിച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുവരെ ഞങ്ങളുടെ പരാതികൾ അവരൊന്നും പറഞ്ഞില്ല. പിന്നെ എല്ലാ ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ പിന്നെ സാറ് വന്ന്, ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ സാറ് വന്ന് സാറ് പറഞ്ഞു, ഇന്ന പോലെ നിങ്ങളുടെ മിത്രം കുടുംബശ്രീക്കാർക്ക് നിൽക്കാൻ പറ്റില്ല, പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ കാരണമെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് ലിങ്കേജ് ലോണുണ്ട്, CF ലോൺ കുടിശ്ശികയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് 5 പേർക്കും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ 5 പേരിൽ ഈ CF ലോണ് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലുള്ള എൻ്റെ പേര് ജീവ, എനിക്കും ബിന്ദു മുരുകേശന് മാത്രമാണ് CF ലോൺ ഉള്ളത്. ബാക്കി ആരും എടുത്തില്ല. പിന്നെ അതേപോലെ ലിങ്കേജ് ലോൺ ഞങ്ങൾ എടുത്തിട്ടുണ്ട് മറയൂർ കേരള ബാങ്കിൽ. അത് എല്ലാവർക്കും ബാധകമുണ്ട്. പക്ഷെ ആ ലോണൊക്കെ ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾ അടച്ചു തീർത്തു. ഒരു 4 പേര് മാത്രം അടയ്ക്കാനുണ്ട്. ജ്യോതിലക്ഷ്മി, മുത്തുമാരി, പളനിയമ്മ, ഗീത, ഇവർ മാത്രം അടയ്ക്കാനുണ്ട്. ബാക്കി എല്ലാവരും ലോൺ അടച്ചു തീർത്തതാണ്. 1 വർഷമായി ഞങ്ങളൊക്കെ അടച്ചിട്ട്. ഇപ്പോൾ ആ കാരണം കൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തർക്കിച്ചു. ഇലക്ഷൻ നടത്താൻ പാടില്ല, ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളുടെ ചെയർപേഴ്സൺ ഞങ്ങൾ ക്ലാസ് എടുത്തില്ല, ഞങ്ങളുടെ വാർഡിൽ ക്ലാസ് കൂടിയില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അറിയാത്ത പോയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സമാധാനം പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാനേജർ ഞങ്ങൾക്ക് തന്ന ലിസ്റ്റാണ്, ബാങ്കിൽ മാനേജറാണ് തന്നേക്കണത്, അതുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇലക്ഷൻ നിർത്തി വെച്ചിട്ട് ഞങ്ങൾ ബാങ്ക് മാനേജറെ കാണാൻ വേണ്ടി ഞങ്ങൾ 4 പേരും വന്നു. ഞങ്ങൾ വന്ന് മാനേജറെ കണ്ട് സംസാരിച്ചിട്ട് പോകുന്നതിന് മുന്നേ അവർ ഇലക്ഷൻ നടത്തി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഓട്ടോയിൽ പോകുമ്പോൾ പിന്നെ ഞങ്ങൾ സാറെ പറഞ്ഞപ്പോൾ സാറ് ഞങ്ങൾ പറയുന്നത് ഒന്നും കാതിൽ കേട്ടില്ല. ബാങ്കിൽ മാനേജർ ഞങ്ങളോട് പറഞ്ഞു വിട്ടത്, അതായത് 52 കുടുംബശ്രീക്കാർക്ക് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ചെയർപേഴ്സൺ വന്നാണ് അയൽക്കൂട്ടത്തിലെ കുടിശ്ശിക ഉള്ള ഗ്രൂപ്പുകളൊക്കെ ഞങ്ങൾക്ക് ലിസ്റ്റ് വേണമെന്ന് ചോദിച്ചത്. അപ്പം ഞങ്ങൾ കൊടുത്തു. എങ്ങനെ പോയാലും ശരി, ഒരാൾക്ക് കുടിശ്ശിക ഉണ്ടെങ്കിൽ ആ അയൽക്കൂട്ടം ഇലക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം എന്ന് മാനേജർ പറഞ്ഞു വിട്ടു. ഈ കാര്യം ഞങ്ങൾ പറയാൻ പോകുന്നതിന് മുന്നേ ഇലക്ഷൻ നടന്നി കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ള ഒരു തീരുമാനം ഞങ്ങൾക്ക് വേണം. ഈ ലോൺ കുടിശ്ശിക ഇല്ലാത്ത ആൾക്കാർ ഞങ്ങൾക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞപ്പം അവർ സമ്മതിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയണം. ചെയർപേഴ്സൺ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തില്ല, ഈ വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. ഒരാൾക്ക് 4000 രൂപ വെച്ചാണ് അവർ അടയ്ക്കാനുള്ള എമൗണ്ട്. ഈ കാര്യം അവർക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ നടത്തുന്നതിന് തലേ ദിവസം തന്നെ അവർ ഈ ലോൺ അടച്ചാണ്. ഇത് അറിയാത്ത കൊണ്ട് അവരടച്ചില്ല. അവരടയ്ക്കാത്ത ആ കാര്യം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും തീരുമാനം ഞങ്ങൾക്ക് വേണം. അത് ഇപ്പോൾ സെക്രട്ടറിക്ക് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്, ഇലക്ഷൻ നടത്തിയ സാർക്കും ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ പ്രമീല എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അവർക്കും നിൽക്കാൻ പറ്റില്ല എന്നാണ് ബാങ്ക് മാനേജർ പറഞ്ഞു വിട്ടത്. പക്ഷെ അവരെ ADs ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നതിന് മുന്നേ പ്രമീല വെങ്കടേശ് ആ കൊച്ചിനെ ADs ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രാഷ്ട്രീയം ഭാഗത്താണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ ഇലക്ഷൻ പിന്നെയും ഞങ്ങൾക്ക് നിയമപരമായിട്ട് നടത്തി തരണം. എനിക്കത് പങ്കെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് ലോൺ അടയ്ക്കാനുള്ളതുണ്ടെങ്കിൽ ഞാൻ ആ ലോൺ അടച്ചു തീർക്കും, ഞാൻ ആ ഇലക്ഷനിൽ പങ്കെടുക്കും. ഇത് ഇവർ ഞങ്ങൾക്ക് മുന്നേ അറിയിക്കാത്തത് ഇവരുടെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഒന്ന്, ഇവർ വന്ന് ക്ലാസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവർ ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്ക് രാജീവ് നഗർ ഗ്രൂപ്പുണ്ട് അയൽക്കൂട്ടത്തിൻ്റെ. എപ്പോഴും സിനി ചേച്ചി ഞങ്ങൾക്ക് ഇട്ടത് എല്ലാ കാര്യങ്ങളും ഇടുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾ മെസ്സേജ് കൂടി ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ വാട്സപ്പിൽ പോലും ഞങ്ങൾക്ക് ഇട്ടില്ല? അതെങ്കിലും ഇട്ടാൽ മതിയായിരുന്നു. ഞങ്ങൾ അതിന് മുന്നേ ലോൺ കാര്യങ്ങളൊക്കെ അടച്ചു തീർക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യാമായിരുന്നു. അതുപോലെ ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഇലക്ഷനെ സമ്മതിക്കത്തില്ല. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.